ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് 1 യൂണിറ്റ് 1 പേര് മനസ്സ് തുറക്കാം. മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റാണ്. അതുമായി ബന്ധപ്പെട്ട 3 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മുടെ മാതൃഭാഷ മലയാളം. അങ്ങനെ എല്ലാവരുടെയും, അതായത് നമ്മുടെ ഇവിടെ ഒരുപാട്, ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ഭാഷ, അതായത് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ്, ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അയാൾ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ചിന്തിക്കുന്നതോ ഒക്കെ എന്താണ്, നമ്മുടെ മാതൃഭാഷയിലായിരിക്കും. എന്താണോ അയാളുടെ ഭാഷ അതിലായിരിക്കും. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുകയാണ്, ഇപ്പോൾ ഇംഗ്ലീഷിലാവട്ടെ, ബേസിക് സയൻസ്, അങ്ങനെ ഏതെങ്കിലും നമ്മുടെ ഭാഷയല്ലാത്തൊരു പാഠഭാഗങ്ങൾ നമ്മൾ ഹിന്ദിയിലൊക്കെ വെച്ചാലും നമ്മൾ അതിൻ്റെ ആൻസറൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് മലയാളത്തിലായിരിക്കും, അതിൻ്റെ മീനിങ് ഒക്കെ അല്ലേ. നമ്മുടെ ചിന്ത എപ്പോഴും നമ്മുടെ സ്വന്തം ഭാഷയിലായിരിക്കും അല്ലേ, മാതൃഭാഷ. അപ്പോൾ നമ്മൾ ഭാഷ നമ്മെ ചേർത്ത് നിർത്തുകയാണ് അല്ലേ. നമ്മളെ കാര്യങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ, നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ എല്ലാം നമ്മൾ പെട്ടെന്ന് നമുക്ക് വരിക എന്താണ്, നമ്മുടെ സ്വന്തം ഭാഷയായ മലയാളമാണ്. അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. ഇപ്പം ഹിന്ദി പറയുന്ന ആളാവട്ടെ, തെലുങ്ക് സംസാരിക്കുന്ന ആളാവട്ടെ, ഉറുദു, അങ്ങനെ തമിഴ്, സംസ്കൃതം, ഒട്ടനവധി ഭാഷ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. എല്ലാവരുടെയും ചിന്തകൾ എന്തായിരിക്കും, അവരുടെ സ്വന്തം ഭാഷയിലായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചെറിയൊരു കഥയാണ്, തെന്നാലി രാമൻ്റെ കഥയാണ്. തെന്നാലി രാമൻ നിങ്ങൾ സോഷ്യൽ സയൻസിൽ, സാമൂഹ്യ ശാസ്ത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന കൃഷ്ണദേവരായർ, അദ്ദേഹത്തിൻ്റെ സദസ്സിലെ പണ്ഡിതനായിരുന്നു തെന്നാലി രാമൻ. തെന്നാലി രാമൻ പണ്ഡിതൻ മാത്രമല്ല, കവി കൂടിയായിരുന്നു. അദ്ദേഹം തെനാലി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥകളുണ്ട്. തെന്നാലി രാമൻ കഥകൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളാണ്, കുട്ടിക്കഥകളാണ്. പക്ഷേ ആ കഥകളുടെ പ്രത്യേകത എന്താണെന്നറിയോ, അത് ചിരിക്കാനും ചിന്തിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന കഥകളാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്വന്തം ഭാഷ എന്ന ഒരു കുട്ടിക്കഥ വായിച്ചാൽ തന്നെ മനസ്സിലാവും, അതിൽ നിന്ന് ഒരുപാട് നമുക്ക് ചിരിയും വരും, അതേപോലെ നമുക്ക് ചിന്തിക്കാനും ഒട്ടനവധി കാര്യങ്ങൾ നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ. അപ്പം നിങ്ങൾ അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വികാരങ്ങളും ശക്തമായിട്ടും വ്യക്തമായിട്ടും പ്രകടിപ്പിക്കുന്നതിന് നമുക്ക് മാതൃഭാഷ തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിച്ചേർന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, രാജാവേ, എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്, പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതെന്ന് ഞാൻ പറയില്ല. അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ്. വിദ്വാൻമാരെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, പ്രാവീണ്യം എന്ന് പറഞ്ഞാൽ മിടുക്ക്. രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി. എന്തൊരത്ഭുതം, വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു. സ്ഫുടതയോടുകൂടിയാണ് അയാളുടെ സംഭാഷണം. രാജപണ്ഡിതന്മാർക്ക് വല്ലാത്ത ചിന്താക്കുഴപ്പം. വിദ്വാൻ്റെ മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട്. ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെന്നാലി രാമനോടും ആവശ്യപ്പെട്ടു. രാമൻ വിദ്വാൻ്റെ അടുത്തെത്തി. എന്നിട്ട് ചിത്രം ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ എന്ത് സവിശേഷതയാണ് കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, തെന്നാലി രാമൻ വിദ്വാൻ്റെ അടുത്തെത്തി, കാലിനൊരൊറ്റ ചവിട്ടല്ലേ, അപ്പോൾ അയാൾ അമ്മ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മൾ നമ്മുടെ മാതൃഭാഷയാണ് ആദ്യം പറയുക. അല്ലാണ്ട് ഇംഗ്ലീഷിലാണല്ലോ ഓ മൈ മദർ എന്നൊന്നല്ല പറയുക, അമ്മ എന്നാണ് നമ്മൾ പറയുക. അപ്പം നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ശക്തമായിട്ടും വ്യക്തമായിട്ടും പ്രകടിപ്പിക്കുന്നതിന് നമ്മുടെ മാതൃഭാഷ തന്നെ വേണം. ചിത്രം കൂടി. അപ്പം നിങ്ങൾക്ക് ഇതിനെന്താണ് മനസ്സിലായത്, അത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ചർച്ചാക്കുറിപ്പ് പ്രവേശക പ്രവർത്തനത്തിന് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അനുഭവങ്ങളോ വികാരങ്ങളോ
തീവ്രമായി പ്രകടിപ്പിക്കാനും സ്നേഹം കൊണ്ട് ഹൃദയത്തെ തൊടാനും മാതൃഭാഷയ്ക്ക് കഴിയും. മാതൃഭാഷ എന്നത് അമ്മയെ പോലെയാണ്. മനുഷ്യന് സ്വന്തം ഭാഷയാണ് പെറ്റമ്മ. മറ്റുള്ള ഭാഷകൾ കേവലം തൊഴിൽ മാത്രമാണ്. അവനവനുടെ സങ്കടവും സന്തോഷവും ദേഷ്യവും എല്ലാം പറഞ്ഞറിയിക്കാൻ കഴിയുന്നത് മാതൃഭാഷയിലൂടെ സാധിക്കുന്നു എന്നതിന് ഒരു സംശയവുമില്ല. ഇവിടെ ബഹുഭാഷാ പണ്ഡിതനായ ഒരാളുടെ മാതൃഭാഷ മനസ്സിലാക്കാൻ വേണ്ടി തെന്നാലി രാമൻ അയാളുടെ കാലിൽ വേദന കൊണ്ട് അയാളുടെ കാലിൽ ചവിട്ടി എന്നൊന്ന് എഴുതണേ, കാലിൽ ചവിട്ടി. വേദന കൊണ്ട് അമ്മ എന്ന് അയാൾ അറിയാതെ പറഞ്ഞു. നമുക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മുടെ വികാരങ്ങളെ ശക്തമായി പ്രകടിപ്പിക്കാൻ നമുക്ക് മാതൃഭാഷ കൂടിയേ തീരൂ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം. നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിന് മാത്രമല്ല നമ്മെ ചേർത്ത് പിടിക്കുന്നതിനും മാതൃഭാഷയ്ക്ക് കഴിയും. അപ്പോൾ നമുക്ക് പാഠം ഒന്ന് വായിച്ചു നോക്കാം. മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു. ഡോക്ടർ പി പവിത്രൻ്റെ രചനയാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. മാതൃഭാഷയിൽ നിന്നും നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത്. അപ്പം നമ്മുടെ ഭാഷയിൽ കൂടെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? നമ്മുടെ തൊട്ടടുത്തിട്ടുള്ള എല്ലാ പ്രകൃതിയെയും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹം, അതായത് നമ്മുടെ ചുറ്റുപാടുകളിൽ എന്താണോ അതൊക്കെ നമ്മുടെ ഭാഷയിൽ കൂടെയാണ് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ അമ്മയെ എന്നുള്ള ഒരു വാക്കിൽ കൂടെയാണ് നമ്മൾ ജനിച്ച് വീഴുന്നത് തന്നെയല്ലേ. അന്ന് മുതൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഭാഷയിലൂടെയാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. കാണുന്നതിനും കേൾക്കുന്നതിനും സ്പർശിക്കുന്നതിനും മണക്കുന്നതിനും രുചിക്കുന്നതിനെതിരെ നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ കുഞ്ഞിന്, അതായത് നമ്മൾ മാമുണ്ണാൻ എന്നാണ് പറയുക അല്ലേ, മാമുണ്ണാൻ, ചോറ് തിന്നാൻ കൊടുക്കുന്നതിന് പറയാം മാമുണ്ണ, മീമി എന്ന് പറഞ്ഞാൽ എന്താണ്? മീമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുവാവക്കൊക്കെ മീമി തിന്നട്ടെ, മീമി കഴിക്കും എന്നൊക്കെ പറയുന്നത് എന്താണ്? മീമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ. അപ്പോൾ മാമു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചോറാണ് ഉദ്ദേശിക്കുന്നത്. മീമി എന്ന് പറയുന്നത് എന്താണ്? ഒരു മീനാണ്. അപ്പോൾ ഈ മാമു എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്താണ്? ചോറ് എന്നാണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നത്. അതേസമയം ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 വയസ്സായ കുട്ടിക്ക് മനസ്സിലാവണമെന്നില്ല ഒക്കെ. അപ്പോൾ ഓരോ വാക്കിന് പിന്നിലും ഓരോ അനുഭവങ്ങളുണ്ട് അല്ലേ. നമുക്ക് ദോശ അല്ലെങ്കിൽ ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ദോശ എന്ന് പറയുമ്പോൾ എന്ത് നമുക്ക് മനസ്സിലേക്ക് വരും? ആ ദോശ ചുടുമ്പോഴുള്ള ശബ്ദം, ആ വട്ടത്തിലുള്ള ദോശേൻ്റെ കൂടെയുള്ള ചട്നി. ഇനി ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് ബിരിയാണിയുടെ മണം അല്ലേ, ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കേവലം ഒരു വാക്ക് മാത്രമല്ല, ഒരു വാക്ക് പറയുമ്പോൾ ഇപ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ അതൊരു വാക്കല്ല, അത് നമുക്കൊരു അനുഭവമാണ്. അമ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ. അപ്പോൾ നമുക്ക് അനുഭവം എന്നൊരു വാക്ക് എന്ന് പറയുമ്പോൾ അത് അനുഭവമാണ്, അത് അനുഭൂതിയാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സങ്കല്പങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മളൊരു വാക്ക് വെറുതെ പറയുന്നല്ല, ഓരോ വാക്കിനും ഓരോ അർത്ഥതലങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്ന നാം കുട്ടിക്കാലത്ത് പേരിട്ട് വെച്ച് മനസ്സിലാക്കുന്നു. അതാണ് ഇപ്പോൾ മാമുണ്ണാം, മീമി തിന്നാം എന്നൊക്കെ പറയുമ്പോൾ അതാണ്. അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല, അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല, അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല, ഭാവവും കൂടിയുണ്ട്. ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും, നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു. അനുഭൂതി ലോകവുമായി ചേർന്ന് നിൽക്കുന്നത് മാതൃഭാഷയാണ്. ഇതൊക്കെ നമ്മുടെ മാതൃഭാഷയിലെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മദർ എന്ന് പറയുമ്പോൾ, അമ്മ എന്ന് പറയുമ്പോഴും രണ്ട് കേൾക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു വാക്കിനും പുറകിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് നമ്മുടെ മാതൃഭാഷ തന്നെ വേണം. വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയെ തന്നെ വേണം. ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവും എല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയെ തന്നെയായിരിക്കും.
നമുക്ക് എന്തെങ്കിലും അടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മുടെ മാതൃഭാഷയിൽ തന്നെ ആയിരിക്കും. നമുക്ക് അയ്യോ അമ്മേ എന്നൊക്കെ പറയുന്നതല്ലേ. അല്ലെങ്കിൽ നമ്മൾ ആരും ഓ മൈ ഗോഡ്, ഓ മൈ മദർ എന്നൊന്നും പറയില്ല. നമ്മുടെ മാതൃഭാഷയിലാണ് നമ്മൾ പറയുക. തലയിൽ ഒരു തേങ്ങ വന്ന് വീണാൽ നാം നിലവിളിക്കുന്ന മാതൃഭാഷയിലായിരിക്കും. അതുകൊണ്ട് വികാരപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ മാതൃഭാഷ തന്നെ. അത് അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു. നമ്മുടെ ഭാവനാപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ്. സാഹിത്യം ഇങ്ങനെ ഒരു അനുഭവത്തെ പലതായി പെരുക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല, നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴ എല്ലായിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു. കുന്നിൽ തരണം പുഴ പോലെ കുഴങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല. ആ അനുഭവം നൽകുന്ന മാതൃഭാഷയിലെ പുഴ എന്ന വാക്ക് അറിഞ്ഞാൽ മതി. നമ്മൾ പുഴ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പുഴ നമ്മുടെ മുന്നിലേക്ക് ഒഴുകി എത്തണമെന്നൊന്നുമില്ല. പുഴ എന്ന് പറയുമ്പോൾ നമ്മൾ എന്നോ കണ്ടത്, നമ്മൾ മാസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്തോ നമ്മൾ കണ്ട പുഴയുടെ ഒരു അനുഭവം, ആ ഒഴുക്ക്, പുഴയിൽ കാല് വെച്ചപ്പോൾ ഉണ്ടായ അനുഭവം ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. പ്രകൃതിയുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ. അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. മറ്റു ശാസ്ത്രങ്ങളുള്ളതിനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു. മാതൃഭാഷ അനേകം ഭാവനാ ബന്ധങ്ങളിലൂടെ നമ്മെ ചേർത്ത് നിർത്തുന്നു. ഇപ്പോൾ ശാസ്ത്രം നമ്മൾ ഉള്ളത് മാത്രമേ ശാസ്ത്രത്തിൽ പറയൂ. പക്ഷേ നമുക്ക് സങ്കല്പിക്കാൻ, ഓരോന്ന് നമുക്ക് ഡ്രീം, നമുക്ക് സ്വപ്നം കാണാൻ ഒക്കെ നമ്മുടെ മാതൃഭാഷ നമ്മളെ സഹായിക്കുന്നുണ്ടല്ലേ. നമ്മുടെ സാഹിത്യം, അതിന് നമുക്ക് സാഹിത്യം കൂടിയേ തീരും. നമുക്ക് സങ്കല്പിക്കാൻ, നമുക്ക് അങ്ങനെ ആവണം, വലുതായ എങ്ങനെ ആവണം എന്നൊക്കെ സങ്കല്പിക്കാൻ, ആ ഒരു ഭാവനാ ലോകത്തേക്ക് പോകാനൊക്കെ നമുക്ക് എന്ത് വേണം? നമ്മുടെ മാതൃഭാഷ വേണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? വായിക്കാൻ പറയാം. അതിൽ 4 ചോദ്യമാണുള്ളത്. കുട്ടിക്കാലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഇടി, നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു? ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ? ഭാഷ നമുക്ക് മനസ്സിലാക്കി തരുന്നതല്ല. ഇതിൻ്റെയൊക്കെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ വായിച്ച ഈ പാഠഭാഗത്തിലുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എഴുതി. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. കുട്ടിക്കാലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? മാതൃഭാഷയിലൂടെയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത്. കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്തെ പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു. അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല, അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട്. ഇടി, നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു? മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവവും കൂടിയുണ്ട്. ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും, നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു. ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ? അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. അടുത്തത്, ഭാഷ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത് എന്തെല്ലാം? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല, നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു. പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു. കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല. ആ അനുഭവം നൽകുന്ന മാതൃഭാഷയിലെ പുഴ എന്ന വാക്ക് അറിഞ്ഞാൽ മതി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു. ഇതുപോലെ ചില അനുഭവങ്ങൾ കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം എന്നിവയുമായി ചേർത്ത് പറയാമോ? ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴുള്ള മണവും കോഴിയുടെ രുചിയും കഴിക്കുമ്പോഴുള്ള സ്വാദും കഴിക്കുമ്പോൾ ഉള്ള സ്വാദും എല്ലാം ഒരു ചിത്രം പോലെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നു. അതേപോലെ മുത്തശ്ശി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിയുടെ രൂപവും ആ സ്നേഹവാത്സ്യങ്ങളും മോനെ എന്നുള്ള വിളിയും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് തെളിയുന്നു. അപ്പോൾ ഓരോ വാക്ക് ഉച്ചരിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇനി അടുത്തത്, കാണാത്തത് കാണാം. ഒരു കാരണവും കൂടാതെ എപ്പോഴും പരാതി പറയുന്ന ചിലരുണ്ട്. അവർക്ക് ഒരു കാരണം കിട്ടിയാലോ? മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണതുപോലെ ആകും. ഇവിടെ നായയെക്കുറിച്ചോ തേങ്ങയെക്കുറിച്ചോ അല്ല, ചില ആളുകളുടെ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ മോങ്ങാനിരിക്കുന്ന നായൻ്റെ തലയിൽ തേങ്ങ വീണതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ നായയെ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ തല ഉദ്ദേശിച്ചതോ അല്ലെങ്കിൽ തേങ്ങ ഉദ്ദേശിച്ചോ ഒന്നുമല്ല. അതേപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കവിതയിൽ സാന്ദർഭികമായി പറഞ്ഞ വരി നോക്കൂ. പാണ്ടൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. ഇതിപ്പോൾ ചൊല്ലായി തീർന്നിട്ടുണ്ട്. ഈ ചൊല്ല് പാണ്ടൻ നായയുടെ പല്ലിനെയോ ശൗര്യത്തെയോ അല്ല പരാമർശിക്കപ്പെട്ട ആളിന് വന്നു ചേർന്ന ശക്തിക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പഴഞ്ചൊല്ലും പറയുമ്പോഴും ആ ഒരു പഴഞ്ചൊല്ലിൽ പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ടല്ല. ഇവിടെ ഇപ്പം നായയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തലയുമായി ബന്ധപ്പെട്ടോ അല്ല, അതിൻ്റെ അർത്ഥം വേറെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടർന്ന് കൊണ്ടിരിക്കുന്ന ചൊല്ലുകളുടെ പരിചിത വസ്തുക്കളും അനുഭവങ്ങളും ചൊല്ലുകൾ മനസ്സിലുണ്ടാക്കുന്ന ആശയവും കണ്ടെത്തി ഈ പട്ടിക പൂർത്തിയാക്കും. ഇപ്പോൾ പഴഞ്ചൊല്ല് നമ്മൾ നേരത്തെ പറഞ്ഞ പാണ്ടൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഇവിടെ നായയുണ്ട്, പല്ലുണ്ട്, ശൗര്യമുണ്ട്. പക്ഷേ ഇതെന്താണ്? ഇതിൻ്റെ ശരിയായ അർത്ഥം ഒരു കാലത്ത് കരുത്തനായിരുന്നെങ്കിലും ഇപ്പോൾ അയാളുടെ ശക്തി വേണ്ടത്ര ഫലിക്കുന്നില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഗതി കെട്ടാൽ പുല്ലും തിന്നു. ഇവിടെ പരിചിത വസ്തുക്കൾ പുല്ല് അല്ലേ, ഗതികേട്. അപ്പോൾ പക്ഷേ ആശയം എന്താണ്? നികൃഷ്ടമായി കരുതി ഒരിക്കലും നമ്മൾ ചെയ്യില്ല എന്ന് കരുതുന്ന കാര്യം പോലും ഗതികേട് കൊണ്ട് ചെയ്തു പോകും. നമുക്ക് ഇഷ്ടമില്ലാണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നതിനാണ്, പക്ഷെ അത് ചെയ്യാതിരിക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനാണ് ഗതികെട്ട പുല്ലും തിന്നും എന്ന് പറയുന്നത്. ഇനി അടുത്ത മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇവിടെ വരുന്ന മുറ്റം മുല്ല മണം എന്താണ്? പരിചിതവും വേഗത്തിൽ ലഭിക്കുന്നതുമായ കാര്യങ്ങളോട് താല്പര്യമില്ലായ്മ. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യത്തിനോടൊന്നും നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അത് നമുക്ക് കിട്ടാത്തപ്പം നമുക്ക് അതിനെ വലിയ കാര്യമായിരിക്കും. അപ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളോട് നമുക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി അങ്ങാടി തോറ്റത്തിന് അമ്മയോട്. ഇവിടെ അങ്ങാടി അമ്മയാണ് പരിചിത വസ്തുക്കൾ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? വ്യക്തിപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പശ്ചാത്തലത്തിലോ വളർത്തലിലോ ആരോപിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് ഇത് പ്രതിഫലിക്കുന്നു. അപ്പോൾ അങ്ങാടി തോറ്റതിന് അമ്മയോട് വന്നിട്ട് വഴക്ക് കൂടിയിട്ട് കാര്യമില്ല. അതായത് സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം മറ്റുള്ള ആളുകളുടെ തലയിലാക്കുന്ന പരിപാടിക്ക് പറയുന്നതാണ് എന്ത്? ഈ ഒരു പഴഞ്ചൊല്ല്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഹൃദയത്തിൻ്റെ ഭാഷ വായിക്കാം. മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗം വായിക്കാം. അബ്ദുൽ ഖാദർ ഒരു സ്കൂൾ മാസ്റ്ററായിരുന്നു, വലിയ വ്യാകരണക്കാരൻ. പണ്ടൊരിക്കൽ ഇവൻ ഉമ്മയോട് പറഞ്ഞു, മാതാവേ, കുറച്ച് ശുദ്ധജലം തന്നാലും. അന്ന് ഉമ്മ ചോറ് വിളമ്പുന്ന ഒരു വലിയ തവി കൊണ്ട് തല്ലി. ബാപ്പ അവനെ ആശ്വസിപ്പിച്ചു. നീ അങ്ങനെ പറഞ്ഞാൽ മതിയേടാ, നീ എന്നെ എന്തെന്ന് വിളിക്കും? പിതാവെന്ന്. അത് കേട്ടപ്പോൾ തവി കൊണ്ട് ഉമ്മ ഒന്നുകൂടി കൊടുത്തു. പിന്നെ അവൻ ഉമ്മ എന്നും ബാപ്പ എന്നുമേ വിളിച്ചിരുന്നുള്ളൂ. മാതാവേ എന്നും പിതാവേ എന്ന് വിളിച്ച ഉമ്മ തവി കൊണ്ടടിക്കാൻ എന്തായിരിക്കും കാരണം? നിങ്ങൾ മാതാപിതാക്കളെ എന്താണ് വിളിക്കാറുള്ളത്? കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ എങ്ങനെ വിളിക്കും? ഇപ്പോൾ മാതാവേ പിതാവേ എന്നൊക്കെ വിളിച്ച ഉമ്മ തവി കൊണ്ട് അടിക്കാൻ കാരണം എന്താണ്? ആ കുട്ടി വിളിച്ചിട്ടുണ്ടാവുക എന്തുകൊണ്ടായിരിക്കും? കൂടുതൽ സ്നേഹം കൊണ്ടായിരിക്കും. അപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷ ആയിട്ട് അത് അമ്മയ്ക്ക് അനുഭവപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മുടെ സ്വന്തം ഭാഷയിൽ പറയുമ്പോഴാണ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ പ്രാദേശികമായ ഭാഷയിൽ പറയുമ്പോഴാണ് ഇപ്പം അമ്മയെ കുറച്ച് വെള്ളം താ എന്ന് പറയുന്നതും മാതാവേ കുറച്ച് വെള്ളം താ എന്ന് പറയുന്നതും രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾക്ക് സ്നേഹം കൊണ്ട് നമ്മൾ നമ്മുടെ അമ്മയെ അമ്മാന്നോ ഉമ്മീന്നോ അങ്ങനെ പലതും വിളിക്കല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ എന്താണ് സ്നേഹം കൊണ്ട് വിളിക്കാറ് എന്നാണ് അതിനെപ്പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വേണമെങ്കിലൊക്കെ അല്ലേ, ഒരു ഐസ്ക്രീം വാങ്ങിത്തരണമെങ്കിൽ ഒരു ഷവർമ വാങ്ങിത്തരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ സോപ്പ് ഇട്ടിട്ട് വിളിക്കുമല്ലോ. നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത അല്ലെങ്കിൽ കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നമ്മൾ എന്താണ് വിളിക്കാറുള്ളത്? അപ്പോൾ ഓരോരുത്തർക്കും പേഴ്സണലായിട്ടുള്ള വിളികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് മനസ്സ് തുറക്കാം. ഇതിലെ പ്രവേശക പ്രവർത്തനം നമ്മൾ അതിൻ്റെ ചർച്ചാക്കുറിപ്പ് വിശദമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ വായിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. രണ്ടാമത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്ന എന്ന ഡോക്ടർ പി പവിത്രൻ്റെ ലേഖനമാണ്. അതിൻ്റെ 5 ആക്ടിവിറ്റീസും മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ
ചോദ്യോത്തരങ്ങൾ നമ്മൾ മുഴുവൻ പ്രവർത്തനങ്ങളും മലയാളം എക്സ്പ്ലനേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെയിംസ് ആൻഡ് നെയിംസ് അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അതേപോലെ കേരള പാഠാവലിയുടെ ഫസ്റ്റ് ചാപ്റ്റർ അടുക്കള ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഇനിയുള്ള പാഠഭാഗങ്ങളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, താങ്ക്